കാളയെ കളയണം. കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യമില്ല. പിന്നെ CPM-കാർ അധികം കളിക്കാൻ കേരളം ഞെട്ടിപ്പോകും. റേപ്പ് കേസിൽ പ്രതിയായ MLA-യോട് രാജിവെക്കാൻ പറ. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് CPM നടത്തുന്നത് MP ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുന്നതിനുമാണ്. പിന്നെ BJP-ക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. കാളയെ കളയണം. കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യമില്ല. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-ക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താൽ പിന്നെ CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കാൻ ഈ കാര്യത്തിൽ ഞെട്ടിപ്പോകും. കേരളം ഞെട്ടിപ്പോകും. VD സതീശൻ നേതാവ്, നിങ്ങൾ ഈ കാണിച്ചത് ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് കാണിക്കണമായിരുന്നു. നിങ്ങൾ ഈ കാണിച്ചത് അത് ഈ കോൺഗ്രസ് പ്രസ്ഥാനം, ഇതിന്റെ കൊടി പിടിക്കുന്നവർ, ഇതിനു വേണ്ടി ജീവിതം തന്നെ മാറ്റി വെച്ചവർ, ഒന്നും ലഭിക്കാതെ, ഒരു പ്രതിഫലവും ലഭിക്കാതെ, ഒരായുസ് മൊത്തം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇതിന്റെ അനുഭാവികൾ, നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർ ഒക്കെ ആഗ്രഹിച്ചതാണ്. ഇത് ജനം ആഗ്രഹിച്ചതാണ്. ഇത് നിങ്ങൾ 2 ദിവസം മുമ്പ് കാണിക്കണമായിരുന്നു. ഈ ആർജവം എന്നുള്ള ഒരു പോരായ്മയാണ് നിങ്ങളിൽ കാണാനുള്ളത്. എന്താണെങ്കിലും ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്, നാളെ പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങട്ടെ. സംരക്ഷണം പിണറായിയുടെ പോലീസ് ഒരുക്കും. അതിനപ്പുറത്തേക്ക് സംരക്ഷണം വേണമെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ചുണയുള്ള മക്കളുണ്ട്, അവരൊരുക്കും സംരക്ഷണം. ആരും തൊടില്ല. രാഹുലിനെ തൊടില്ല. ഒരുത്തനും രാഹുലിന്റെ അടുത്തേക്ക് വരരുത്. അത്തരത്തിലായിരിക്കണം സംരക്ഷണം ഒരുക്കേണ്ടത്. കാരണം പെണ്ണുപിടിയന്മാരെ, പീഡകരെ, ശശിയുടെ അകത്തേക്ക് കയറിയതിന്റെ അളവും ശശിയുടെ എത്ര തുള്ളി അകത്ത് പോയി എന്നതിന്റെ തെളിവും നോക്കി, അളവ് നോക്കി അളന്ന് സംരക്ഷിച്ച് പിടിച്ച് ഇന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് P ശശിയെ വാഴിച്ചു കൊണ്ടല്ലേ ഇവർ നടക്കുന്നത്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സഖാക്കൾ മാത്രമല്ല, സംഘികളുമുണ്ട്. അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഹൂമറിനെ ഇറക്കി പാലക്കാട് BJP-കാരൻ കളിച്ചത്. ഇത്തരത്തിലൊരു മറുപടി പ്രിയപ്പെട്ട നേതാവേ സതീശ, നിങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റുന്നവർ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതീക്ഷിച്ചതാ. നിങ്ങൾ എന്താ അത് കാണാതെ പോയത്? ഇവിടുത്തെ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ച് നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോയത് എന്താ? അത് നിങ്ങൾ കാണാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ്. അയാളെ പിച്ച് ചീന്തിയതാണ്, അയാളെ വേട്ടയാടിയതാണ്. എന്തിനെന്നറിയുമോ? അയാൾ ഇവരുടെ കണ്ണിലെ കരടായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അയാൾ ഇവരുടെ കണ്ണിലെ കരടായിട്ട്. അയാളെ പിച്ച് ചീന്താൻ കിട്ടുന്ന അവസരം ഈ സഖാക്കളും സംഘികളും ഒരിക്കലും പാഴാക്കില്ലെന്ന് സതീശ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണെന്നേ ജനം. അയാളുടെ ജനപ്രീതി വർദ്ധിക്കുകയല്ലായ ഇതുകൊണ്ട് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് എന്നിരുന്നാലും അയാളും ഒരു മനുഷ്യനല്ലേ? എത്രയധികം വേദനിച്ചിട്ടുണ്ടാവും അയാളുടെ മനസ്സ്, എത്രയധികം സങ്കടപ്പെട്ടിട്ടുണ്ടാവും അയാളുടെ മനസ്സ്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ മാധ്യമങ്ങളിൽ ഇങ്ങനെ വിചാരണ നേരിട്ടപ്പോ അയാൾ എത്രയധികം ദുഃഖിച്ചിട്ടുണ്ടാവും. നാളെ അയാളെയും കൂട്ടി പാലക്കാടിന്റെ മണ്ണിലിറങ്ങണം. കൂടെ കൈ പിടിക്കാൻ VD സതീശ നിങ്ങൾ ഉണ്ടാവണം. ഇടം കൈ പിടിക്കാൻ ഷാഫി പറമ്പിൽ നിങ്ങൾ ഉണ്ടാവണം. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ണിൽ കൊണ്ടുപോകണം. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നാട്ടുകാരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. ഇനിയും രാഹുലിനും പാലക്കാട് ഒരുപാടധികം ചെയ്യാനുണ്ട്. ഈ ആരോപണങ്ങൾ ഉയരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് 20 വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ളതിന്റെ പ്രാരംഭഘട്ട പരിപാടികൾ തുടങ്ങിയത്, പ്രവർത്തനം ആരംഭിച്ചത്. അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്.
അങ്ങനെ ഒരുപാടധികം വീടുകളും ഒരുപാടധികം പ്രവർത്തനങ്ങളും പാലക്കാടിന്റെ മണ്ണിൽ നടക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് തിരിച്ചെത്തിക്കണം. അയാൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കണം. പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ പ്രകോപിക്കുവാനോ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. ഒരുത്തനെയും വിടരുത്. കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടുക വഴി ഈ പ്രസ്ഥാനത്തെയാണ് അവർ വേട്ടയാടിയിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ അങ്ങനെ ആർക്കെങ്കിലും വഴിയെ പോകുന്നവർക്ക് വേട്ടയാടാൻ ഉള്ളതല്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവരെ കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യണം. രാഹുലിന് സംരക്ഷണം ഏർപ്പെടുത്തണം. ഇത് ഈ പ്രസ്ഥാനത്തിന്റെ ആവശ്യമാണ്. നിങ്ങൾ സാധാരണക്കാരനായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ, ഈ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്നവരെ, ഈ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികരുണ്ട്, ഇതിന്റെ അനുഭാവികളുണ്ട്, ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കാനിട്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തണമെന്ന് മാത്രമല്ല, അവിടെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ പ്രകോപിപ്പിക്കാനോ പ്രതിഷേധിക്കുവാനോ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകന്റെയും ആവശ്യം, അവന്റെ ആഗ്രഹം. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ട സതീശ പ്രതിപക്ഷ നേതാവെ നിങ്ങൾക്കാവണം. നിങ്ങൾ വേണം രാഹുലിനെ പാലക്കാടിന്റെ മണ്ണിൽ കൊണ്ടുവരാൻ. നിങ്ങൾ ഉണ്ടാവണം. വലതുവശത്ത് നിങ്ങൾ ഉണ്ടാവണം, ഇടതുവശത്ത് ഷാഫി പറമ്പിൽ ഉണ്ടാവണം, പിന്നിലായിട്ട് സണ്ണി ജോസഫും കെ സുധാകരനും ഉണ്ടാവണം. KC വേണുഗോപാലിനും മാറി നിൽക്കാനാവില്ല, KC വേണുഗോപാലും വേണം. അങ്ങനെ എല്ലാവരും ഉണ്ടാവണം. ആൻഡ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംരക്ഷണം ഒരുക്കണം. നിങ്ങളെ പ്രസ്ഥാനത്തെ വേട്ടയാടിയവർക്ക് മുന്നിൽ നിങ്ങൾ കവചമൊരുക്കണം. കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ കൈകാര്യം ചെയ്യണം. ഒരുത്തനെയും വെറുതെ വിടരുത്. നിങ്ങളെ കണ്ടിട്ട് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് സന്ദീപ് വാര്യർ. അയാൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പോരാടുന്നത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അയാളെയും മുന്നിൽ നിർത്തണം, ചേർത്ത് പിടിക്കണം, രാഹുലിനെ സംരക്ഷിക്കണം. അയാൾ പാലക്കാടിന്റെ MLA ആണ്. അയാളുടെ പ്രവർത്തനങ്ങൾ ഒരുപാടധികം ബാക്കിയുണ്ട്. ആൻഡ് സതീശ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട നേതാവൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നിങ്ങൾ ഒന്ന് പകച്ചു പോയിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ വിശ്വസ്തനായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെതിരെ ഇത്തരം ആരോപണം വന്നപ്പോൾ നിങ്ങൾ ഒരു നിമിഷം തളർന്നു പോയിട്ടുണ്ടാവും, നിങ്ങളൊന്ന് പകച്ചു പോയിട്ടുണ്ടാവും. ബട്ട് ഇത് കുതന്ത്രമാണ്, ഇത് ചതിയൊരുക്കിയതാണ്, ഇത് കെണിയൊരുക്കിയതാണ്. രാഹുലിനെ വീഴ്ത്താനുള്ള എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിച്ചതാണ്. ഇതിന് ഇവിടുത്തെ മാധ്യമങ്ങളും കൂട്ടുനിന്നിട്ടുണ്ട്. ഒരുത്തരെയും വെറുതെ വിടരുത്. എണ്ണി മറുപടി ചോദിക്കണം. കാരണം ഇത് നിങ്ങളുടെ ആവശ്യമല്ല, ഇത് ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയവരുടെ ആവശ്യമാണ്. രാഹുൽ നിരപരാധിയാണ്. നിങ്ങൾ ഈ ജനസമൂഹത്തിൽ, ഈ പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. സാധാരണക്കാരനെല്ലാം രാഹുൽ നിരപരാധിയാണ്. അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ നിങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് രാഹുലിന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കണം. അയാൾ നിരപരാധിത്വം തെളിയിക്കും. കാരണം അയാൾ അങ്ങനെ വീണ് പോവേണ്ടവനുമല്ല. അയാൾ എഴുന്നേറ്റ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അയാൾ എഴുന്നേറ്റ് പറക്കേണ്ടവനാണ്, ഉയരങ്ങളിലേക്ക് പറക്കേണ്ടവനാണ്. അയാൾ ആർജവമുള്ള, നട്ടലുള്ള, നിലപാടുകളുള്ള നേതാവാണ്. അയാളെ വേട്ടയാടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ബട്ട് നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ പകച്ചു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അത് സാരമില്ല, അതവിടെ മാറ്റിവെക്കാം. നമ്മളൊന്ന് പതറിപ്പോയി ഒന്നുള്ള കാര്യം മാറ്റിവെക്കാം. അതൊന്നും ഇവിടെ വിഷയമേ അല്ല. കൈ പിടിച്ച് നടത്തിയേ മതിയാകൂ. പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങണ നാളേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.